വൈകിട്ട് ചായക്ക് ഇത്തിരി കറുമുറു കഴിക്കാൻ എല്ലാവരും ആഗ്രഹിക്കണമല്ലേ? അപ്പോൾ കുറച്ച് മിച്ചർ ഉണ്ടാക്കിയാലോ? കടലമാവ് സെപ്പറേറ്റ് 2 ബൗളിൽ കുറച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് അരിപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടി, കായത്തിൻ്റെ പൊടിയും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു ബൗളിൽ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയും മറ്റേ ബൗളിൽ ഇത്തിരി കട്ടിയായിട്ട് വേണം കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ. ഒരു പാൻ വെക്കുക, അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ബൂന്തി മോഡൽ ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കി എടുക്കുക കേട്ടോ. നമ്മുടെ ലൂസ് കൺസിസ്റ്റൻസിയിലെ മാവ് അതിൽ ഒഴിച്ചിട്ട് ബൂന്തി പോലെ ഉണ്ടാക്കിയെടുക്കുക. മറ്റേ കട്ടിയുള്ള മാവ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പാനിൽ തന്നെ സേവനാഴിയിൽ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് ഇങ്ങനെ തിരിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ഈ ബൂന്തി പോലെ ഉണ്ടാക്കിയതില്ലേ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ നമ്മളുടെ പൊട്ടുകടല, അതുപോലെ തന്നെ നമ്മളുടെ നിലക്കടല, ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പൊരിയവലും കൂടിയാണ് കേട്ടോ ഇടുന്നത്. ഇത് കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാൻ സഹായിക്കും. പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇടുക. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തോളൂ. പിന്നെ ഉപ്പൊക്കെ ആവശ്യത്തിന് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ നന്നായിട്ട് തട്ടിക്കൊട്ടുക. വൈകിട്ട് ചായക്ക് ഇത് മാത്രം മതി. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള 1 ലിറ്ററിൻ്റെ നല്ല ഗ്ലാസ് ബോട്ടിലാട്ടോ. നമുക്കിപ്പോൾ പിക്കിളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ തന്നെ കടുമാങ്ങയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ നല്ല സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ്. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ക്യാപ്പാണ് കേട്ടോ. ഐ മീൻ ഇതിൻ്റെ അടപ്പില്ലേ, അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല സ്ക്വയർ ടൈപ്പ് ആകുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. 400 രൂപയുടെ ഉള്ളിലാണ് കേട്ടോ ഞാൻ 4 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നത്.